ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ മലയാളത്തിലെ 1ാമത്തെ യൂണിറ്റായ കനകച്ചിലങ്ക എന്നതിലെ നിറങ്ങളുടെ നൃത്തം എന്ന പാഠഭാഗമാണ്. ഈ യൂണിറ്റിലെ മുൻപുള്ള പാഠങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് STD3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ 3ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോകളും ആ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഈ വീഡിയോയുടെ ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. നിറങ്ങളുടെ നൃത്തം. കാനനോത്സവത്തെ പറ്റിയാണല്ലോ നാം ഇതുവരെ പറഞ്ഞത്. നിങ്ങളുടെ നാട്ടിലും പലതരം കലാരൂപങ്ങളുണ്ടല്ലോ. ഏതെല്ലാമാണവ? കഥകളി, പടയണി, ഓട്ടംതുള്ളൽ, ഒപ്പന, തിരുവാതിര, മാർഗം കളി, ദഫ്മുട്ട്, അറബനമുട്ട്, പരിചമുട്ടുകളി, കോൽക്കളി, പൊറാട്ടുനാടകം തുടങ്ങി ഒട്ടേറെ കലകൾ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾ അവ കണ്ടിട്ടുണ്ടോ? ടീച്ചർക്കും മുതിർന്നവർക്കും ഒപ്പം അവ കാണാൻ ശ്രമിക്കൂ. കണ്ട കലാരൂപങ്ങളുടെ ചിത്രം വരയ്ക്കൂ. ഇനി വരയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. കലാരംഗത്തുള്ളവരുമായി സംസാരിക്കൂ. ഓരോ നാട്ടിലും കലാരൂപങ്ങളുണ്ട്. ഇവയുടെ മുഖത്തെഴുത്തും ചമയങ്ങളും ഒരുപോലെയല്ല. വാദ്യോപകരണങ്ങളിലും മാറ്റമുണ്ട്. പാട്ടുകളിലും അവതരണ രീതിയിലും മാറ്റം കാണാം. 2 കലാരൂപങ്ങളുടെയും ചിത്രം നോക്കൂ. ആദ്യത്തേത് കഥകളിയിലെ കത്തിവേഷമാണ്. രണ്ടാമത്തേത് പടയണിയാണ്. ഇത് കണ്ടാൽ തന്നെ അറിയാം നമുക്ക്, അല്ലേ? അവരുടെ 2 പേരുടെയും വസ്ത്രധാരണയിലും അതുപോലെ മുഖത്തെഴുത്തിലും ചമയങ്ങളിലും എല്ലാം എന്തുണ്ട്? ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇനി നമുക്ക് പടയണിയെയും കഥകളിയെയും കുറിച്ച് ഏതാനും കാര്യങ്ങൾ പരിചയപ്പെട്ടാലോ? പടയണി തെക്കൻ കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചു വരുന്ന ഒരു കലാരൂപമാണ് പടയണി. പടേനി എന്നും പറയും. ഈ കല ഉണ്ടായതിനെപ്പറ്റി പല കഥകളും പറഞ്ഞു വരുന്നു. ചേരന്മാർ പെരുമാൾ യുദ്ധത്തിൽ വിജയിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി തുടങ്ങിയ ആഘോഷമാണെന്നും പറഞ്ഞു വരുന്നുണ്ട്. പടയണി നടത്തിയാൽ രോഗങ്ങൾ അകലുമെന്നും നാട്ടിൽ സമൃദ്ധി ഉണ്ടാകുമെന്നും പഴമക്കാർ വിശ്വസിച്ചിരുന്നു. നല്ല വിളവുണ്ടാവാനുള്ള ഒരു പ്രാർത്ഥന കൂടിയായിരുന്നു പടയണി. അതിനാൽ ഇതൊരു കാർഷികോത്സവം കൂടിയാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ ചില പ്രദേശങ്ങളിലാണ് പടയണി ഇപ്പോഴും നടത്തിവരുന്നത്. നിലമ്പേരൂർ, കടമ്മനിട്ട, ഓതറ തുടങ്ങിയ ഗ്രാമങ്ങളിലെ പടയണി ഏറെ പേര് കേട്ടതാണ്. പല ഗ്രാമങ്ങളിലെ ചടങ്ങുകളിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പടയണിയുള്ള വിവരം അറിയിച്ചുകൊണ്ടുള്ള കാച്ചിക്കെട്ടാണ് പ്രധാന ചടങ്ങ്. തപ്പ് എന്ന വാദ്യം കൊട്ടുന്നതോടെയാണ് ചടങ്ങ് ആരംഭിക്കുന്നത്. തുടർന്ന് കാപ്പൊലി, ഇലകളോടുകൂടിയ മരച്ചില്ലയോ വെള്ളത്തോർത്തോ വീശി ആർത്തു വിളിച്ച് താളം ചവിട്ടുന്നതാണ് കാപ്പൊലി. തുടർന്ന് കൈമണിയുമായി താളം തുള്ളും. ഇതാണ് താവടി തുള്ളൽ. താവടി തുള്ളലിന് ചെണ്ട തുടങ്ങിയ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കും. പാള കൊണ്ടുണ്ടാക്കിയ വാദ്യോപകരണങ്ങളാണ് അതിനുപയോഗിക്കുന്നത്. വെളിച്ചപ്പാട്, പരദേശി തുടങ്ങിയ ഹാസ്യാനുകരണങ്ങളും കാണും. ചൂട്ടുകറ്റയിലാണ് ശ്രീകോവിലിൽ നിന്നും അഗ്നിയുടെ രൂപത്തിലുള്ള അമ്മയെ ആവാഹിക്കുന്നത്. അങ്ങനെ ആവാഹിച്ചെടുത്ത അഗ്നി യഥാസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ ചടങ്ങുകൾ തീരുന്നതുവരെ അണയാതെ എരിഞ്ഞുകൊണ്ട് തന്നെ നിൽക്കണം. ചൂട്ടുകറ്റകളുടെയും തീവെട്ടികളുടെയും വെളിച്ചത്തിലാണ് കോലങ്ങൾ തുള്ളുന്നത്. തപ്പാണ് പ്രധാന വാദ്യം. ചെണ്ടയും കൈമണിയും ഉപയോഗിക്കാറുണ്ട്. ഗണപതിക്കോലം, യക്ഷിക്കോലം, പക്ഷിക്കോലം, മാടൻകോലം, കാലൻകോലം, മറുതക്കോലം, പിശാചുകോലം, ഭൈരവിക്കോലം, ഗന്ധർവൻ കോലം തുടങ്ങിയ കോലങ്ങൾ തലയിൽ വെച്ച് തുള്ളും. പാട്ടും പാടും. പച്ചപ്പാളിയിൽ കോലമെഴുതി മുഖത്ത് കെട്ടും. പാള കൊണ്ടുള്ള മുടിയിലും കോലങ്ങൾ ചിത്രീകരിക്കും. പ്രകൃതിയിൽ നിന്നെടുക്കുന്ന വസ്തുക്കളാണ് സമ്പൂർണ്ണമായും ഉപയോഗിക്കുന്നത് എന്നതുകൊണ്ട് ഉത്സവം കഴിഞ്ഞ് അതെല്ലാം മണ്ണിൽ തന്നെ ലയിച്ചു ചേരും. അതിനാൽ മലിനീകരണം ഉണ്ടാക്കുന്നില്ല ഈ ആചാരാവകാശം എന്ന പ്രത്യേകതയുണ്ട്. പടയണിയുടെ ചില അംശങ്ങൾ കുഞ്ചനമ്പ്യാർ തുള്ളലിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഉത്തര കേരളത്തിലെ തെയ്യവുമായി വേഷവിധാനം, മേളം തുടങ്ങിയ കാര്യങ്ങളിൽ പടയണിക്ക് ചില സമാനതകളുണ്ട്. ഇനി കഥകളിയെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ പഠിക്കാം. കഥകളി കേരളത്തിൽ പലയിടത്തും പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ് കഥകളി. കഥകളിയിൽ അരങ്ങത്തു വരുന്നത് വേഷങ്ങളാണ്. കഥകളിയിൽ പുരുഷവേഷങ്ങളും സ്ത്രീവേഷങ്ങളുമുണ്ട്. പച്ച, കത്തി, താടി, കരി, മിനുക്ക് എന്നിങ്ങനെ 5 തരത്തിൽ വേഷങ്ങളെ തരംതിരിക്കുന്ന രീതിയുമുണ്ട്. ഇതിലെ കത്തിവേഷമാണ് പാഠപുസ്തകത്തിലെ ചിത്രത്തിൽ കാണുന്നത്. പൊതുവിൽ വീരന്മാരായ കഥാപാത്രങ്ങളാണ് കത്തിവേഷത്തിൽ അരങ്ങത്തെത്തുന്നത്. രാവണൻ, കീചകൻ, ദുര്യോധനൻ എന്നിങ്ങനെ. പച്ചവേഷം ഉത്തമ കഥാപാത്രങ്ങളാണ്. സ്ത്രീവേഷങ്ങൾ പൊതുവിൽ മിനുക്കാണ്. കരിയും താടിയും പൊതുവിൽ താമസ സ്വഭാവമുള്ള കഥാപാത്രങ്ങളാണ്. എന്നാൽ വെള്ളത്താടി ഉത്തമ സ്വഭാവമുള്ള കഥാപാത്രങ്ങളാണ്.
കഥകളിയിൽ അരങ്ങത്തെ അഭിനയിച്ച് കാണിക്കാൻ ഒരു കഥയുണ്ടാവും. ആ കഥയുടെ സാഹിത്യരൂപമാണ് ആട്ടക്കഥ. ഈ ആട്ടക്കഥയാണ് കഥകളി അരങ്ങത്ത് പിന്നിൽ നിന്നുകൊണ്ട് പാട്ടുകാർ പാടുന്നത്. ചെണ്ടയിലും മദ്ദളത്തിലും അരങ്ങത്ത് മേളമൊരുക്കും. കഥകളി പഠിപ്പിക്കുന്ന പല സ്ഥാപനങ്ങളും കേരളത്തിലുണ്ട്. ഇവയിൽ പ്രധാനപ്പെട്ടതാണ് കേരള കലാമണ്ഡലം. തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയുടെ തീരത്തുള്ള വള്ളത്തോൾ നഗറിലാണ് കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. മഹാകവി വള്ളത്തോളാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത്. കഥകളിയുടെയും പടയണിയുടെയും ചിത്രം നിങ്ങൾ ടെക്സ്റ്റ് പുസ്തകത്തിൽ കണ്ടല്ലോ. ചോദ്യം നോക്കൂ. എന്തെല്ലാം വ്യത്യാസങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞത്? കാഴ്ചയിൽ രണ്ട് കലാരൂപങ്ങളും തമ്മിൽ എന്തെല്ലാം സാമ്യങ്ങളാണുള്ളത്? സാമ്യവും വ്യത്യാസവും പട്ടികപ്പെടുത്തി എഴുതി നോക്കൂ. ആദ്യം നമുക്ക് വ്യത്യാസങ്ങൾ നോക്കാം. പടയണിയിൽ വലിയ കിരീടമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കഥകളിയുടെ കത്തിവേഷത്തിൽ അത്ര വലിയ കിരീടമല്ല. പടയണിയിൽ കുരുത്തോലയും പാളയും മറ്റും ഉപയോഗിച്ച കിരീടമാണ് ഉള്ളത്. കഥകളിയിലോ മരം കൊണ്ടും മറ്റും നിർമ്മിച്ചെടുത്ത കിരീടമാണ് ഉള്ളത്. പടയണിയിൽ കുരുത്തോലയും മറ്റുമാണ് അണിഞ്ഞിട്ടുള്ളത്. കഥകളിയിൽ പല നിറത്തിലുള്ള തുണികളും ആഭരണങ്ങളും അണിഞ്ഞിട്ടുണ്ട്. ഇനി എന്തെല്ലാം സാമ്യങ്ങൾ കാണാനാവുന്നുണ്ട്? രണ്ട് കലാരൂപങ്ങളും ചടുലതയോടെയാണ് അവതരിപ്പിക്കുന്നത്. രണ്ട് കലാരൂപങ്ങളിലും വർണ്ണശബളമായ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. രണ്ട് കലകളിലും ധാരാളം ആഭരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന മറ്റ് സാമ്യങ്ങളും വ്യത്യാസങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് ഈ പട്ടിക പൂർത്തിയാക്കണേ. അപ്പോൾ നിറങ്ങളുടെ നൃത്തം എന്ന പാഠത്തിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇന്നത്തെ ക്ലാസ് എല്ലാ മക്കൾക്കും ഉപകാരപ്രദമായോ? ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. 3ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോകൾ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്